നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ആണ്ട് ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2026 എന്ന വർഷത്തിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. 2026 എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോരോ നക്ഷത്രക്കാരുടെ പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 8ാം ഇടത്തിലും 9ാം ഇടത്തിലുമായിട്ടാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 4ാമത്തെ രാശിയിൽ രാഹുവും 5ൽ ശനിയും വർഷം മുഴുവനുണ്ട്. അതിനാൽ ഗുണം കുറഞ്ഞും ദോഷം അല്പം കൂടുതലായിട്ടും ഉള്ള വർഷമാണ്. അനായാസമായി നേടേണ്ട കാര്യങ്ങൾ പ്രയത്നത്തിലൂടെ ആയിരിക്കും സാധിക്കുക. കടം വാങ്ങി ബിസിനസ്സിൽ നിക്ഷേപിക്കുന്നത് അനിഴ നക്ഷത്രക്കാർക്ക് പ്രയോജനം ചെയ്യില്ല. അന്യനാട്ടിൽ പഠനം, തൊഴിൽ ഇവയ്ക്ക് അവസരങ്ങൾ സംജാതമാകുന്നതാണ്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകാതെ സ്വപ്നത്തിൽ ജീവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. വിശ്വസ്തരെന്ന് കരുതിയവർ ഉപജാപം നടത്തുന്നതിന് നേതൃത്വം വഹിക്കാം. പ്രാധാന്യമുള്ള രേഖകൾ, പ്രമാണങ്ങൾ തുടങ്ങിയവ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ്. വീട് നിർമ്മാണത്തിന് പണം കണ്ടെത്താൻ വിഷമം ഉണ്ടാകുന്നതാണ്. വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിലൊക്കെ അല്പം ജാഗ്രത പാലിക്കുക. അർഹതയുള്ളവർക്ക് വിവാഹബന്ധം ലഭിക്കാനായി അന്വേഷണം തുടരേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം. സാമ്പത്തിക അച്ചടക്കം അനിവാര്യമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വീട്, വാഹനം എന്നീ കാര്യങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ യോഗമുണ്ട്. വർഷത്തിന്റെ 2ാം പകുതിക്ക് ശേഷം ആരോഗ്യപരമായി ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിലും വർഷത്തിന്റെ 2ാം പകുതി ഗുണപ്രദമാണ്. ഇനി നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിഗണിക്കാം. അനിഴ നക്ഷത്രക്കാർ ശനിദശയിലാണ് ജനിക്കുക. ഏകദേശം 10 വയസ്സ് വരെ ശനിദശ എന്ന് കണക്കുകൂട്ടി മുന്നോട്ട് പോകാം. ഏകദേശം 27 വയസ്സ് വരെ ബുധദശയും, 34 വയസ്സ് വരെ കേതുർദശയും, 54 വയസ്സ് വരെ ശുക്രദശയും, 60 വയസ്സ് വരെ സൂര്യദശയും, 70 വയസ്സ് വരെ ചന്ദ്രദശയും, 77 വയസ്സ് വരെ ചൊവ്വാദശയുമുണ്ട്. 2026 ബുധദശ, ശുക്രദശ, ചന്ദ്രദശ എന്നീ ദശാകാലങ്ങളുള്ള അനിഴ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. മറ്റ് ദശാകാലങ്ങളിൽ കഴിയുന്നവർ ദോഷശാന്തി നിർബന്ധമായിട്ടും ചെയ്യുക. എല്ലാ അനിഴ നക്ഷത്രക്കാർക്കും വളരെ നല്ലൊരു വർഷമാകട്ടെ 2026 എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ജ്യോതിഷം തുടങ്ങിയ എല്ലാ ഭാരതീയ ശാസ്ത്രങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.